കംഫർട്ടബിളായിട്ട് ഏറ്റവും റിച്ചായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എത്രത്തോളം നമുക്ക് നമ്മളെ നമുക്ക് സ്വതന്ത്രമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നു, അതിന് വേറെ എന്താ വേണ്ടത്? നമ്മളിൽ തന്നെയുള്ള പ്രവർത്തനമാണ് അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അങ്ങനെ പ്രവർത്തിക്കുന്ന ഭാഗം ഉള്ളപ്പോൾ പിന്നെ വേറെ എന്തിൻ്റെയും പുറകെ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ലൈഫിൻ്റെ മീനിങ് അതാണ്. ലൈഫ് മീനിങ് ഫുൾ ആകുന്ന അപ്പോഴാണ്. ഓക്കെ, അല്ലെങ്കിൽ ലൈഫ് എല്ലാവരും സൂയിസൈഡ് ചെയ്യുന്നു, ഡിപ്രഷനിലോട്ട് പോകുന്നു, സ്ട്രെസ്സിലോട്ട് പോകുന്നു, സ്ട്രെയിനിലോട്ട് പോകുന്നു. എന്തുകൊണ്ടാണ് ലൈഫ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല? ലൈഫ് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. ലൈഫ് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. ലൈഫ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? അങ്ങനെയല്ലേ ലൈഫ് നിലനിൽക്കത്തുള്ളൂ. 360 അല്ല ലൈഫ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഫുൾ ടൈം. ലൈഫ് 360 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ 360 കറങ്ങണ്ട, ലൈഫ് കറങ്ങിക്കോളൂ. നമ്മളുടെ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ എപ്രകാരമാണ് രൂപം കൊണ്ടുവന്ന് നിലനിൽക്കുന്നത്. അല്ലേ? നമ്മൾ രൂപം കൊണ്ടുവന്ന് നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നതാണ് നമ്മുടെ ഫ്രീഡം. അതെ, ആ ഫ്രീഡത്തിൽ നിന്ന് മാത്രമേ ലൈഫുമായിട്ടുള്ള ബന്ധം നടക്കുള്ളൂ. അതെ, അല്ലേ? ലൈഫുമായിട്ട് കണക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലൈഫിൻ്റെ സ്വഭാവത്തെ പഠിക്കണം. ലൈഫ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഫങ്ഷൻ ചെയ്യുന്നത്. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഫുൾ ലൈഫല്ലേ. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ലൈഫ് അല്ലാത്തൊരു ഭാഗം? ശരീരം എന്ന് പറഞ്ഞാൽ ഏതാണ്? ശരീരം എന്ന് പറഞ്ഞാൽ ഏതാണ്? ലൈഫല്ലാത്തൊരു ഭാഗം നമ്മുടെ ബോഡിയിലില്ല. ലൈഫല്ലാത്ത ഒരു ഭാഗം നമ്മുടെ ശരീരത്തിലില്ല. അപ്പം നമ്മുടെ ശരീരം മറ്റൊരു ശരീരവുമായിട്ട് ടച്ച് ചെയ്യുമ്പോഴാണ് അവിടെ വേറൊരു അനുഭവം ഉണ്ടാകുന്നത്. ശരീരം വേറൊരു ശരീരമായിട്ട് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും വേറെ അനുഭവങ്ങളുണ്ട്. അത് ടെമ്പററിയാണ്. ഇതിനെ നമ്മൾ മാറ്റി നിർത്താനുള്ള വിവേകം ഉണ്ടാകണം. അങ്ങനെ വിവേകം ഉണ്ടാണെങ്കിൽ നമ്മൾ സജീവമാകണം. നമ്മളിൽ സജീവമാകുന്നില്ലെങ്കിൽ അത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ടെമ്പററി അനുഭവത്തിൽ ജനിച്ച ഓരോരുത്തരും പ്രശ്നമാണെന്നുള്ളൊരു ഭാഗമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. കാരണം ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണല്ലോ ഒരു കുഞ്ഞ് ജനിക്കണത്. പക്ഷെ ഈ കുഞ്ഞ് ജനിക്കാനുള്ളൊരു കാരണം അതിന്റെ പുറകിലുണ്ട്. ഒരു പ്രോസസ്സ് നടന്നതുകൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത്. പക്ഷെ ഇതെന്താണ്? ഈ ശരീരവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ജനിച്ചത് പ്രോബ്ലമാണ്. അതായത് ഇവര് കാണുന്നത് ഈ മെയ്റ്റിങ് മാത്രമേ കാണുന്നുള്ളൂ. ഇതിനപ്പുറത്തോട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഈ ആക്ടിവിറ്റീസ് ഒന്നും അവർ കാണുന്നില്ല. അല്ല, അവരത് അറിഞ്ഞിട്ടുമില്ല. മെയ്റ്റിംഗ് എന്ന് പറയുന്നത് ഒക്കെ ഇവർ ചെയ്തിട്ടുള്ള ഏക കാര്യമാണ് കുട്ടികളുണ്ടാകാനുള്ളതെന്നുള്ളതാണ് സാധാരണ എല്ലാവരും ധരിക്കുന്നത്. എക്സാക്ട്ലി. പക്ഷെ ഇവരുണ്ടാകാനുള്ള കാരണം അപ്പോഴും അവർ ചിന്തിക്കുന്നത് ഇത് മെയ്റ്റിംഗ് ചെയ്തിട്ടാണ്. അത്രേ ഇവരറിയുന്നുള്ളൂ. ഇത്രയും ഒരു ശരീരം ഉണ്ടായത് മീറ്റിങ്ങിലൂടെ ഉണ്ടായതാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ശരീരം എവിടെ നിന്നുണ്ടായി? അങ്ങനൊരു ക്വസ്റ്റ്യൻ വരത്തില്ലേ? ഫസ്റ്റ് ബോഡി എവിടെ നിന്നുണ്ടായി? എങ്ങനെ ഉണ്ടായി? അങ്ങനെ ഒരു ഫസ്റ്റ് ബോഡി ഉണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അവിടെ വരും. അപ്പം നമ്മുടെ ലൈഫിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതിന് ഫസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സാധ്യത. ചില ആരംഭം ഉണ്ടെങ്കിൽ അതിന് അവസാനം ഉണ്ടാകും. ആരംഭം ഇല്ലാത്തതുകൊണ്ട് അതിന് അവസാനമില്ല. കാരണം ഇതിങ്ങനെ ലൈഫ് ഇങ്ങനെ ഈ എൻവയോൺമെൻറ്റിൽ ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ലൈഫ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായി? പവർ സപ്ലൈ പോലെയാണ്. മോട്ടർ മറ്റേ ഫീൽഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് എപ്പോൾ വേണേലും ഉണ്ടാകും, അല്ലേ? എപ്പോൾ വേണേലും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയെടുക്കാം. അതിന് പ്രത്യേകിച്ച് ഇത് ജനറേറ്റ് ചെയ്യുന്നത് കാണില്ല, ജനറേഷൻസ് മാത്രമേ കാണുള്ളൂ. അതെ, ഇത് ജനറേറ്റ് ചെയ്യാനുള്ള മീൻസ് കാണണം. അത് കണ്ടാൽ മാത്രമേ അതിനകത്ത് കാര്യമുള്ളൂ.
ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് പോലും ആ കാഴ്ച ഇല്ലാത്തത് കൊണ്ടാണ്. ആ കാരണം ഇത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ആർക്കും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റുക? എന്തിന് ഉത്തരവാദിത്തമായിട്ട് തന്നെത്താൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് ആ മീറ്റിങ്ങിലൂടെ കാണുമ്പോഴാണ് റെസ്പോൺസിബിലിറ്റി. ഞാൻ ചെയ്താണ്, അതെ, ഇതെല്ലാം ഞാൻ ചെയ്താണ്, എൻ്റെ ഉത്തരവാദിത്തത്തിലാണ്. അവിടെയാണ് ഈ പ്രോബ്ലംസ് വരുന്നത്. ഞാനാണ് ഇതിനൊക്കെ കാരണക്കാരനെന്ന് വരുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. പ്രോബ്ലം വരുന്നത്. ഞാനാണ് കാരണക്കാരനെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റി, ഞാൻ കാരണം, തീർന്നു, വിഷ്യസ് സർക്കിളായി. മനസ്സിലായി? വിഷ്യസ് സർക്കിളായി, ഇതോടുകൂടി ലൂപ്പായി. പിന്നെ ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഞാനാണ് കാരണം, മനസ്സിലായി? ഞാനാണ് കാരണം ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ. തീർന്നു, എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇത് യൂണിവേഴ്സിൻ്റെ ലക്ഷണമാണ്, യൂണിവേഴ്സിൻ്റെ സ്വഭാവമാണത്. അതിൽ ഇതിന് ആരും റെസ്പോൺസിബിൾ അല്ല, ആരും റെസ്പോൺസിബിൾ. ആരെല്ലാം ശ്രദ്ധിച്ച് വരുമ്പോൾ ഇതെല്ലാം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കാണുന്നവന് ആ ഭാഗത്ത് നിലനിൽക്കാം. ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മാത്രമേ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ഐഡൻറ്റിഫൈ ചെയ്യുന്നവന് അവനവനോട് റെസ്പോൺസിബിൾ ആവാം. അതെ, അങ്ങനെ നിലനിൽക്കാം. എൻ്റെ ഓപ്പർച്യൂണിറ്റി അതിൽ മാത്രമേ, ഇത് റിയലൈസ് ചെയ്യുന്നവനൊക്കെ ഇതിങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്നത് ഇങ്ങനെയാണെന്ന് കണ്ടാലേ വണ്ടി സേഫായിട്ട് ഓടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വണ്ടി ഓടിച്ചിടെങ്കിൽ ഇടിച്ച് തീർന്നു, കൊളാപ്സാകും. വണ്ടി ഓടിച്ച് കുറച്ച് പോകും, ഗുഡ്, തീർന്നു എന്ന് പറഞ്ഞ പോലെ ലൈഫും ശ്രദ്ധിച്ചു കഴിഞ്ഞാലൊക്കെ എല്ലാവർക്കും കാണാവുന്ന കാര്യം താല്പര്യമുണ്ടെങ്കിൽ അല്ലാണ്ട്. ഈ ഉദാഹരണം പോലെ തന്നെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു, വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലേ വണ്ടി ഇടിക്കുന്നു. ഈ ഉദാഹരണം കേൾക്കണവനും കാണുന്നവനും മനസ്സിലാവും, ഇത് അപ്ലിക്കബിളും ആണ്. പക്ഷെ വിശ്വാസിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി കൺക്ലൂഡഡ് ആവും, ഈ സർക്കിളിലാവും. ഇങ്ങനെ തീരുമാനിച്ച ഉദാഹരണങ്ങളേ ഉണ്ടാവുള്ളൂ. വിശ്വാസത്തിൽ ഉദാഹരണങ്ങളൊന്നുമില്ല. അതെ, മനസ്സിലായ? വിശ്വാസത്തിൽ എന്ത് ഉദാഹരണമാണ് പറയണത്? വിശ്വാസികൾ പറയുന്നത് ഉദാഹരണം എന്താണ്? അന്തമുട്ട ഉദാഹരണം. ഒരു കാര്യമില്ല. വിശ്വാസത്തിന് എന്താ ഉദാഹരണം പറയണത്? ദൈവം ഉണ്ടെന്നുള്ളതിന് ദൈവം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിയുടെ സ്വാധീനത്തിൽ കിടക്കുന്നവരോട് മാത്രമേ വിശ്വാസം ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ല, ബുദ്ധിയുടെ അണ്ടറിൽ കിടക്കുന്നവർ, ബുദ്ധിയുടെ സ്വാധീനത്തിൽ, ബുദ്ധിക്ക് അപ്പുറത്തോട്ട് അവർക്കൊന്നും കാണാൻ പാടില്ല. ഇവിടെ ബുദ്ധി പോയി കഴിഞ്ഞാൽ ഇവരില്ലേ? അതെ, ബുദ്ധി നിന്ന് നിർമ്മിച്ചതാണ് നമ്മുടെ ശരീരം, ബുദ്ധി കൊണ്ട് നിർമ്മിച്ചാണ് അല്ല, ബുദ്ധി കൊണ്ട് നിർമ്മിച്ചാണല്ല അല്ല. അപ്പോൾ പിന്നെ അതിനപ്പുറത്തോട്ട് എന്താ ഉള്ളത്? അതിനപ്പുറത്തോട്ടുള്ള ഭാഗം കാണണം. ഇതുണ്ടായി വരുന്നു, അത് ലോജിക്കലല്ല ഉണ്ടായിരിക്കുന്നത്. ഇത് യൂണിവേഴ്സലാണ്, ടോട്ടാലിറ്റിയിൽ നിന്നുണ്ടായതാണ്, അത് ഫങ്ഷൻ ചെയ്യുന്നത്.